T20 വേൾഡ് കപ്പിൽ അമേരിക്കയെയും തകർത്ത് ഇന്ത്യ സൂപ്പർ 8-ൽ പ്രവേശിച്ചിരിക്കുകയാണ്. ആവേശകരമായ മത്സരത്തിൽ അമേരിക്കയെ 7 വിക്കറ്റിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. അമേരിക്ക മുന്നോട്ട് വെച്ച 111 റൺസ് വിജയലക്ഷ്യം 10 പന്ത് ബാക്കിയാക്കിയാണ് ഇന്ത്യ മറികടന്നത്. 49 ബോളിൽ 50 റൺസ് നേടിയ സൂര്യകുമാർ യാദവിന്റെ അർദ്ധ സെഞ്ചുറിയാണ് ഇന്ത്യയുടെ ജയത്തിൽ നിർണായകമായത്. കോഹ്ലി ഡെക്കിലും രോഹിത് ശർമ്മ 3-ലും ഋഷഭ് പന്ത് 18 റൺസിലും നിരാശപ്പെടുത്തിയ ബാറ്റിംഗിൽ സൂര്യകുമാർ യാദവും അതുപോലെ ശിവൻ ദുബെയും പിടിച്ചു നിന്ന് റൺസ് ഉയർത്തുകയായിരുന്നു. എന്നാൽ മത്സരത്തിൽ 22 റൺസിന് സൂര്യകുമാർ യാദവ് പുറത്താകേണ്ടതായിരുന്നു. സൂര്യയുടെ ക്യാച്ച് അവസരം മുൻ ഇന്ത്യൻ താരവും നിലവിൽ അമേരിക്കയുടെ താരവുമായ സൗരഭ് നേത്രാവൽക്കറാണ് പാഴാക്കിയത്. വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും വിക്കറ്റുകൾ നേടി ഇന്ത്യയെ ഞെട്ടിച്ച നേത്രാവൽക്കർ സൂര്യകുമാർ യാദവിന്റെ ക്യാച്ച് നഷ്ടപ്പെടുത്തി ഇന്ത്യയെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനു പിറകിലെ മറ്റൊരു രഹസ്യവും തമാശയും സൂര്യകുമാർ യാദവിന്റെ അടുത്ത സുഹൃത്തായിരുന്നു സൗരഭ് എന്നതാണ്. മത്സരത്തിന് മുമ്പ് വരെ ഇരുവരും സൗഹൃദത്തെക്കുറിച്ച് വാചാലരായിരുന്നു. എന്നാൽ മത്സരത്തിൽ സൂര്യകുമാറിന്റെ ക്യാച്ച് കൈവിട്ട് അമേരിക്കയുടെ പരാജയത്തിന്റെ മുഖ്യ കാരണക്കാരനായി മാറുകയും ചെയ്തു സൗരഭ്. ഇപ്പോഴിതാ സൂര്യയുടെ ക്യാച്ച് സൗരഭ് പാഴാക്കുകയും സൂര്യകുമാർ മാച്ച് വിന്നറാവുകയും ചെയ്തതിന് പിന്നാലെ സൂര്യയുടെ പഴയ ട്വീറ്റ് കുത്തിപ്പൊക്കിയിരിക്കുകയാണ് ആരാധകർ. 10 വർഷം മുമ്പുള്ള സൂര്യയുടെ പോസ്റ്റാണ് ഇപ്പോൾ വീണ്ടും വൈറലാകുന്നത്. അവസരങ്ങൾ സംഭവിക്കുന്നതല്ല, അത് സൃഷ്ടിക്കപ്പെടുന്നതാണ് എന്ന സൂര്യകുമാറിന്റെ പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. ഇതിൽ സൗരഭിനെയും സൂര്യ ടാഗ് ചെയ്തിരുന്നു. എന്തായാലും സൂര്യകുമാറിന്റെ സുഹൃത്തിന്റെ വലിയ പിഴവ് അമേരിക്കയുടെ പരാജയത്തിന്റെ ഒരു കാരണമായി മാറിയെന്ന് പറയാം. സൂര്യകുമാറുമായി വർഷങ്ങളായുള്ള പരിചയവും സൗഹൃദവും സൗരഭിനുണ്ട്. സൂര്യകുമാർ അടുത്ത സുഹൃത്താണ്. അണ്ടർ 15 കളിക്കുന്ന കാലം മുതൽക്കേ അവനെ അറിയാം. മുംബൈക്കായി ഒരുമിച്ച് കളിച്ചാണ് ഞങ്ങൾ വളർന്നത്. അവൻ എപ്പോഴും സവിശേഷതയുള്ള താരമാണ്. അണ്ടർ 15-ലും 17-ലും കളിക്കുമ്പോൾ തന്നെ ഇരട്ട സെഞ്ചുറി പ്രകടനങ്ങൾ അവൻ നടത്തിയിട്ടുണ്ട്. അവന് ഇന്ത്യൻ ടീമിൽ കളിക്കാൻ അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷവുമുണ്ട്. വീണ്ടും അവനെ കാണാൻ സാധിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അവനെതിരെ മാത്രമല്ല, എനിക്ക് പരിചയമുള്ള ഒരുപാട് താരങ്ങൾക്കെതിരെ കളിക്കാനുള്ള അവസരമാണുള്ളത്. സൂര്യകുമാറിനെ എങ്ങനെ പുറത്താക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ എൻ്റെ റോൾ കൃത്യമായി ചെയ്യാൻ ഞാൻ ശ്രമിക്കും. ടീമിന്റെ ആവശ്യത്തിനനുസരിച്ച് ഉയരാൻ ഞാൻ ശ്രമിക്കുമെന്നും മത്സരത്തിന് മുമ്പ് സൗരഭ് പറഞ്ഞിരുന്നു. സൂര്യകുമാറിന്റെ ക്യാച്ച് പായാക്കിയെങ്കിലും മികച്ച ബൗളിംഗ് പ്രകടനമാണ് സൗരഭ് കാഴ്ചവെച്ചത്. വിരാട് കോഹ്ലിയെ ഗോൾഡൻ ഡക്കാക്കാൻ സൗരഭിനായി. ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെയും വിക്കറ്റ് നേടി. ഇന്ത്യയെ പോലൊരു കരുത്തുറ്റ ബാറ്റിംഗ് നിരയുള്ള ടീമിനെതിരെ 4 ഓവറിൽ 18 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് നേടാൻ സൗരഭിനായി. ഇന്ത്യക്കായി അണ്ടർ 19 വേൾഡ് കപ്പ് കളിച്ച താരമാണ് സൗരഭ്. എന്നാൽ പിന്നീട് അമേരിക്കയിലേക്ക് അദ്ദേഹം കുടുംബത്തോടൊപ്പം കുടിയേറുകയായിരുന്നു. ഇത്തവണ അമേരിക്കയുടെ മുന്നേറ്റത്തിൽ നിർണായക പങ്ക് സൗരഭിനുണ്ട്. ഇടംകയ്യൻ പേസറായ താരം ന്യൂ ബോളിൽ കാട്ടുന്ന മികവാണ് ടീമിന്റെ ശക്തി. സൂപ്പർ 8-ൽ സീറ്റ് ഉറപ്പിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. ഒരു മത്സരം കൂടി ശേഷിക്കെ അമേരിക്ക സൂപ്പർ 8-ലെത്താൻ സാധ്യത കൂടുതലാണെന്ന് പറയാം. അയർലൻഡിനെതിരെ ഒരു വിജയം മാത്രം മതി അവർക്ക്. അതേസമയം അമേരിക്കയെ തോൽപ്പിച്ചതോടെ ഇന്ത്യ സൂപ്പർ 8-ൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്.